എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാവും. സിനിമയിലോ ചില പടങ്ങളിലോ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ ആരുടെയെങ്കിലുമൊക്കെ ഫോണിലോ പത്രങ്ങളിലോ ഒക്കെ ഈ പടം കാണാനുള്ള സാധ്യത കൂടുതലാണ്. പലർക്കും ഈ സ്ഥലം നേരിട്ട് പോയി കണ്ടറിയാനും അല്ലെങ്കിൽ കാണാനുമുള്ള അവസരം കിട്ടിയിട്ടും ഉണ്ടാകും. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ലോകത്തിൽ തന്നെ വലിപ്പം കൊണ്ട് 3-ാം സ്ഥാനത്തുള്ള ഒരു ചേരിയാണ്. ഈ ചേരിയെ കുറിച്ച് സംസാരിക്കാൻ കാര്യം, ഈ പടം നിങ്ങളെ കാണിക്കാൻ കാര്യം എൻ്റെ ഒരു സുഹൃത്താണ്. കഴിഞ്ഞ ദിവസം ആ സുഹൃത്ത് വിളിച്ചിട്ട്, എടാ നീ പല വീഡിയോകൾ ചെയ്യല്ലേ, ഈ ധാരാവി എന്ന് പറയുന്ന സ്ഥലത്തെ ഗുണ്ടകളെക്കുറിച്ചും അവിടെ നിന്നുണ്ടായിട്ടുള്ള സിനിമകളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കഥ ചെയ്യണം, അവിടുത്തെ ക്രിമിനലുകളെ കുറിച്ചൊക്കെ ഒരു സ്റ്റോറി ചെയ്യണം, നന്നായിരിക്കും, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റൊരു കാര്യമാണ്. ഈ ഗുണ്ടകളെക്കുറിച്ചും അല്ലെങ്കിൽ ഗുണ്ടകളുടെ കഥകൾ വെച്ചുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ധാരാവിക്ക് നമ്മൾ കാണുന്ന ഈ മുഖമല്ലാതെ ധാരാവിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ആ മുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ഞാനൊരു അന്വേഷണം നടത്തി. ഈ അന്വേഷണം നടത്തിയ സമയത്താണ് എനിക്ക് കുറച്ച് പഴയ ഒരു സംഭവം ഓർമ്മ വന്നത്. ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അൽ റാഷിദിയ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ദുബായ് മെട്രോയിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യായിരുന്നു. അവിടുന്ന് കയറുന്ന സമയം തൊട്ട് ഒരു സീറ്റിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. കണ്ടിട്ട് ഹിന്ദിക്കാരനെന്ന് തോന്നുന്നു. അത്യാവശ്യം വൃത്തിയും വെടുപ്പൊക്കെയുള്ളൊരു പയ്യൻ. പുള്ളി ഫോണിൽ എന്തൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പോയി പുള്ളിയുടെ അടുത്താണ് ഒഴിവുള്ളൊരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ട് ചിരിച്ചു, ഹായ് ബായ് എന്ന് പറഞ്ഞു. ഞാൻ ഹായ് എന്ന് പറഞ്ഞു. നമ്മൾ ഷേക്കൻ്റെ എടുത്തു. ആ കിതർക്ക എന്നൊക്കെ ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്നാണെന്നും അവൻ എവിടെയാണെന്ന് ചോദിച്ചു, മുംബൈയിലാണെന്നും ഒക്കെ പറഞ്ഞു. ഈ ഒരു 7 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചോളൂ. അതിനിടയ്ക്ക് അവൻ പറഞ്ഞൊരു കാര്യം, ബായ് ഞാൻ രാജിവെച്ച് നാട്ടിൽ പോവുകയാണ്, ഞാൻ ജോലി വിട്ടു. ഞാൻ ചോദിച്ചത് എത്ര നാളായി വന്നിട്ട്? ഞാൻ 6 മാസമേ ഉള്ളൂ വന്നിട്ട് ബായ്. ഞാൻ ചോദിച്ചാൽ എന്താ ജോലി വയ്ക്കുന്നത്? അല്ല ഇവിടത്തേക്കാൾ കൂടുതൽ കാശ് എനിക്ക് നാട്ടിൽ കിട്ടും, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്, എനിക്കിവിടെ കിടന്ന് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ചോദിച്ചാൽ നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ അൽക്കുസൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാക്ടറിയിലാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. ആ ഓഫീസിലാണ് ജോലി. എത്ര ശമ്പളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 4000 ദിർഹം ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, 1 ഇയർ ടിക്കറ്റ് ഉണ്ട്, ഫുഡ് മാത്രമേ കയ്യിൽ നിന്ന് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ അന്നത്തെ റേറ്റ് വെച്ചാലും ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളം അയാൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഈ 50,000-ഓളം രൂപ ശമ്പളം കിട്ടി, 1 ഇയർ ടിക്കറ്റൊക്കെ കിട്ടുമ്പം ഇത് രാജിവെച്ച് നീ മുംബൈയിൽ പോയിട്ട് നീ എന്താ ചെയ്യാൻ പോണത്? പറഞ്ഞു, ഭായ് ഞാൻ ധാരാവിയിലുള്ളതാണ്, ഞങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്, എൻ്റെ ചേട്ടന്മാരും അനുജന്മാരും എൻ്റെ അച്ഛനും ഒക്കെ ആ ഫാക്ടറിയുടെ നടത്തിപ്പുകാരാണ്. അപ്പോൾ എനിക്ക് ദുബായിൽ വരണം, ജോലി ചെയ്യണം, കൂടുതൽ കാശുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് അവിടെ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാശ് എനിക്കിവിടെ 1 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 7 മിനിറ്റോളം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷൻ വന്ന് അയാൾ ഇറങ്ങിപ്പോയി. ഞാൻ ഷോക്കായിട്ടാണ് കേട്ടത്. എനിക്ക് അന്ന് വരെ അറിയാവുന്നൊരു ധാരാവി എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ച ക്രിമിനലുകളുടെ, തൊഴിലില്ലായ്മയുടെ, ചുവന്ന തെരുവുകളുടെ ധാരാവിയാണ്. ഇയാൾ പറയുന്നത് ഒരാഴ്ച കൊണ്ട് ഈ ദുബായിൽ കിട്ടുന്ന 50,000 രൂപ അയാൾക്ക് ഒരാഴ്ച കൊണ്ട് അയാളെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്ത് അയാൾക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് എനിക്കൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. ധാരാവി ഇത്ര വലിയ സംഭവമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ ധാരാവിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഗൂഗിളിലോട്ട് കയറി. അന്ന് രാത്രി മാത്രമല്ല, ഇന്നലെ രാത്രി വീണ്ടും ഞാൻ ഗൂഗിളിൽ കയറി ധാരാവിയെക്കുറിച്ച് സെർച്ച് ചെയ്തു. ഒരുപാട് ഇൻഫർമേഷൻ ധാരാവിയെക്കുറിച്ച് കിടപ്പുണ്ട്. യൂട്യൂബ് വീഡിയോകളുണ്ട്, ഫോട്ടോ ജേണലുകളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ധാരാവിയെക്കുറിച്ച് അതിനകത്ത് വാർത്തകളായി കിടപ്പുണ്ട്. ധാരാവിയിൽ 5000 ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 15,000 ഒറ്റമുറി ഫാക്ടറികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ധാരാവി നടത്തുന്ന കച്ചവടം $650 മില്യൺ എന്ന് പറഞ്ഞാൽ 48,100 കോടി ഇന്ത്യൻ രൂപയുടെ കച്ചവടം ചെയ്യുന്ന, വ്യവസായം ചെയ്യുന്ന സ്ഥലമാണ് ധാരാവി. എനിക്കതൊരു ഞെട്ടലായിരുന്നു, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. വളരെ വൃത്തികെട്ട സ്ലമ്മിൻ്റെ, വൃത്തികെട്ട പരിതസ്ഥിതിയിൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നതിൻ്റെ അഴുക്ക് ചാലുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ആ സഞ്ജീവ് എന്ന് പറയുന്ന ആ പയ്യനെ ഞാൻ പരിചയപ്പെട്ട് 7 മിനിറ്റ് സംസാരിക്കുന്നത് വരെ എനിക്ക് ധാരാവി, അല്ലാതെ സിനിമകളിൽ കണ്ട കാഴ്ചകളിലുമൊക്കെ വ്യത്യസ്തമായ ഒന്നും ധാരാവിയിലില്ലായിരുന്നു. ധാരാവിയിൽ ബോംബെ നഗരത്തിലുണ്ടാകുന്ന വേസ്റ്റിൻ്റെ 80% റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അത് മുഴുവൻ ചെയ്യുന്നത് ധാരാവിയിലാണ്. നമ്മുടെ ഖരമാലിന്യങ്ങളെല്ലാം തന്നെ, ഭക്ഷണ മാലിന്യങ്ങൾ ഒഴികെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ സകലമാന സാധനങ്ങളും റീസൈക്കിൾ ചെയ്ത് ഫൈൻ പ്ലാസ്റ്റിക് ഗ്രാനുൾസുകളായിട്ട് മാറ്റുന്ന ഇടമാണ് ധാരാവി.
പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും, അമേരിക്കയിലേക്കും ഏഷ്യയിലെ സമ്പന്ന രാജ്യങ്ങളിലേക്കും UK-യിലുമൊക്കെ കയറ്റി അയക്കുന്ന വില കൂടിയ ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ധാരാവി. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള, ലോകത്തെ ഏത് ബ്രാൻഡിനോടും കിട പിടിക്കുന്ന തരത്തിലുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കി അയക്കുന്ന സ്ഥലമാണ് ധാരാവി. ഇത് മാത്രമല്ല, അന്ന് സഞ്ജീവ് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. സാറേ ബായ്, ധാരാവിയുടെ തെരുവുകളിലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാരും ആർട്ടിസ്റ്റുകളും ഉള്ളതെന്ന്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, എഞ്ചിനീയർമാരോ? പക്ഷേ അത് മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ സഞ്ജീവ് പറഞ്ഞ കറക്റ്റാണ്. ധാരാവി എന്ന് പറയുന്ന ആ ചേരിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ, അവിടെ ഉള്ള ലെയ്ത്തുകൾ, ആ സ്ഥാപനങ്ങളിലെ ആൾക്കാർ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ ചൈനയെക്കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര തർക്ക വിഷയമായിട്ടൊക്കെ എടുത്ത് ചർച്ച ചെയ്യും. ചൈനയിലെ ആൾക്കാർ കുടിൽ വ്യവസായത്തിലൂടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അത് ലോക വിപണി കീഴടക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആധികാരികമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതേസമയം ഇന്ത്യയിലെ മുംബൈയിലെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും അഴുക്കുചാലുകൾ നിറഞ്ഞ, വളരെ കഷ്ടപ്പെട്ട, മോശം അവസ്ഥയിൽ ജനങ്ങൾ ജീവിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു ചേരിയിൽ നിന്ന് ആ സഞ്ജീവിൻ്റെ അഭിപ്രായം കേട്ടാൽ, സാർ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൈകൊണ്ടൊരു മെഴ്സിഡസ് ബെൻസ് കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും സാർ, അല്ലെങ്കിൽ കഴിയും ബായ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസം ധാരാവിക്കുണ്ട്. നഗര മാലിന്യങ്ങൾ മുഴുവൻ അടിഞ്ഞു കൂടുന്ന ധാരാവിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുംബൈയുടെ ജനസംഖ്യയുടെ 55% വരും. പക്ഷേ ധാരാവി എന്ന് പറയുന്നത് മൊത്തം മുംബൈയുടെ 6% വലിപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ധാരാവി സമ്പാദിച്ചു കൂട്ടുന്ന, അധ്വാനിച്ചു കൂട്ടുന്ന ധനമെന്ന് പറയുന്നത് 10,000-കണക്കിന് കോടി രൂപയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ധാരാവിയുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് ധാരാവി പൊരുതിയ ഒരു പൊരുതലിൻ്റെ കഥ നമ്മൾ കേട്ടതാണ്. നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും മുഴുവൻ കോവിഡിൻ്റെ കണക്കുകളിൽ ഞെട്ടിത്തരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തകർന്നു വീണും പതറിയും ജീവനുകൾ നഷ്ടപ്പെട്ടുമൊക്കെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കരുത്തോടെ പ്രതിരോധിച്ച് നിന്ന ഒരു സ്ഥലമാണ് ധാരാവി. ഇൻ്റർനാഷണൽ മീഡിയാസ് വരെ അതിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. കാര്യം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത മനുഷ്യരാണ് അവർ. പൊരുതാൻ ഉറച്ചവരിറങ്ങിയാൽ പൊരുതി ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. കോവിഡിനെ ഒരു പക്ഷേ ആദ്യമായി പൊരുതി തോൽപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ചേരി ധാരാവിയായിരിക്കും. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ കോവിഡിനോട് എതിരിട്ട് ശക്തമായി പൊരുതി അവർ നിലനിൽക്കുന്നുണ്ട്. ധാരാവിയുടെ വ്യാവസായിക മുഖം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ധാരാവിയിലെ ശരാശരി ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം 100 രൂപയാണ്. ആ 100 രൂപ ശമ്പളം കിട്ടുന്ന തൊഴിലാളിക്ക് 185 രൂപ മാസവാടകയ്ക്ക് തല ചായ്ക്കാനുള്ള ഇടവും ധാരാവിൽ കിട്ടുന്നുണ്ട്. പിന്നെ ആരോഗ്യസ്ഥിതി ധാരാവിയുടേത് അത്ര നല്ലതല്ല. കോവിഡിനെയൊക്കെ പൊരുതി തോൽപ്പിച്ചുവെങ്കിലും അവിടുത്തെ പരിതസ്ഥിതിയുടെ പ്രതിസന്ധികൾ കാരണം എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്ന ആൾക്കാർ മിനിമം 10,000-4,000 പേർക്കെങ്കിലും ഓരോ ദിവസം എന്തെങ്കിലും അസുഖം ബാധിച്ച് ആശുപത്രിയിൽ പോകേണ്ടി വരാറുണ്ട് എന്ന് ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. ഈ കണക്കുകളും ഈ ശമ്പളത്തിൻ്റെ ലെവലുമൊക്കെ നമ്മൾ ഏത് തരത്തിൽ കമ്പയർ ചെയ്ത് നോക്കിയാലും 48,100 കോടി രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു ചേരി എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമല്ല. ധാരാവിയുടെ ഇരുണ്ട ഇടനാഴികളൊക്കെ തിരഞ്ഞ് അവിടുത്തെ ക്രിമിനലുകളുടെ കഥകളൊക്കെ അന്വേഷിച്ച് സിനിമകൾ ഉണ്ടാക്കി തിയേറ്ററുകളിൽ കാണിച്ച് ജനങ്ങളുടെ കയ്യടി നേടി അവിടെ നിന്ന് ഉയർന്നു വന്ന സൂപ്പർ ഹീറോകളെയൊക്കെ അനുകരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് നമ്മളെല്ലാവരും. എന്നാൽ ധാരാവിക്കുള്ളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്രയും വലിയ വ്യവസായം നടത്തുന്നവർ, ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർ, കയറ്റി അയക്കുന്നവർ, അവരുടെ കഥകൾക്കൊന്നും വലിയ ഭംഗിയോടെ അവതരിപ്പിക്കപ്പെടാനുള്ള യോഗ്യത ഇല്ല എന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടാവും. ഇത്തരം കഥകളൊക്കെ സിനിമയാകണം, പത്രമാധ്യമങ്ങളിലെ വാർത്തകളാകണം. ആ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ വേർപ്പിൻ്റെ വില ഇന്ത്യയുടെ മൂലധനത്തിൽ, ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നു എന്നൊക്കെ ജനത്തിനെ അറിയിക്കണം. അതിനൊക്കെ മാധ്യമങ്ങൾ ശ്രമിക്കണം, മുന്നിൽ വരണം എന്നുള്ളതാണ്. ധാരാവി എന്ന് പറയുന്നത് വെറും ഒരു ചേരിയല്ല, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാകാൻ എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ള ഒരു ചേരിയാണ്.